നമസ്കാരം. മധ്യപൂർവ്വദേശത്ത് അശാന്തിയുടെ തീപടർത്തി ഇറാൻ ഇസ്രായേൽ സംഘർഷങ്ങൾ രൂക്ഷമാവുകയാണ്. മണിക്കൂറുകൾ മാറിമറിയുമ്പോഴേക്കും മിഡിൽ ഈസ്റ്റിൽ പ്രതിസന്ധികൾ നിയന്ത്രണാതീതമാവുകയാണ്. പശ്ചിമേഷ്യ യുദ്ധത്തിലേക്ക് തന്നെയെന്നാണ് സൂചനകൾ. ചർച്ചയ്ക്കുള്ള ഒമാന്റെ അഭ്യർത്ഥനയും ഇറാൻ തള്ളി. ആക്രമണം നടക്കുമ്പോൾ ചർച്ചയില്ലെന്നാണ് ഇറാന്റെ നിലപാട്. ലോകത്തെ ആശങ്കയിലാക്കുന്ന മിഡിൽ ഈസ്റ്റിൽ എന്താണ് സംഭവിക്കുന്നത് പരിശോധിക്കാം നൗ റണ്ണിങ്ങിലൂടെ. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ഇസ്രായേൽ ആകാശത്ത് ഇറാന്റെ മിസൈൽ മഴ തീർത്ത ദിവസമാണ് ഇന്നലെ. തിരിച്ച് ഇറാനിലെ എണ്ണപ്പാടങ്ങളടക്കം ഇസ്രായേൽ കത്തിച്ച് ചാമ്പലാക്കി. യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ നയമേധാവി കാജ കലാസ് ഇറാനിയൻ വിദേശകാര്യമന്ത്രിയുമായി സംസാരിച്ചു. ഒത്തുതീർപ്പാക്കണം, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, അതിസങ്കീർണമാകും കാര്യങ്ങൾ. എന്നാൽ തിരിച്ചടി തുടരുമെന്നും ഇസ്രായേലിന്റെ ആക്രമണം അമേരിക്കയുടെ പിന്തുണയോടെയാണെന്നും ഇറാൻ യൂറോപ്യൻ യൂണിയനെ അറിയിക്കുകയാണ്. അതായത് യുദ്ധത്തിൽ നിന്ന് ഇറാനും ഇസ്രായേലും പിന്നോട്ടില്ല, ഇസ്രായേലിനെ ആക്രമിക്കുന്നതിൽ നിന്ന് ഒരടി പിന്നോട്ടില്ല എന്നാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത്. ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഇനി അമേരിക്കയുമായി ആണവ ചർച്ച ഉണ്ടാകില്ലെന്നും ഇറാൻ അറിയിച്ചതോടെ തിരിച്ചടി തുടരുമെന്നാണ് ഇറാൻ നയം വ്യക്തമാക്കുന്നത്. എന്നാൽ ഇസ്രായേലിന്റെ കാര്യങ്ങളോ, ഇസ്രായേലും പിന്മാറുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇസ്രായേൽ പിന്മാറിയില്ലെങ്കിൽ ശക്തമായി തിരിച്ചടി തുടരുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് അടച്ചിടാൻ ഇറാന്റെ നീക്കമെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇന്നലെ രാത്രിയിലും ഇസ്രായേൽ ആകാശത്ത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ പറന്നെത്തി. ഇസ്രായേലിലെ ഹൈഫ, ടെലവീവ്, ജെറുസലേം, തമ്ര എന്നിവിടങ്ങളിൽ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഇറാൻ ശക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം ഇറാനിലെ എണ്ണപ്പാടം ഇസ്രായേൽ ആക്രമിച്ചു. ബുഷ്ഗർ പ്രവിശ്യയിലെ പാസ് റിഫൈനറിയാണ് ആക്രമിച്ചത്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങളിൽ ഒന്നാണിത്. അതേസമയം ഇറാനെതിരെ ആക്രമണം നടത്താൻ ഇറാഖിന്റെ വ്യോമ മേഖല ഉപയോഗിക്കുന്നതിൽ നിന്നും ഇസ്രായേൽ യുദ്ധവിമാനങ്ങളെ തടയണമെന്ന് ഇറാഖ് US-നോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഫോണിൽ സംസാരിച്ചു. ഇറാനെ ആക്രമിച്ച ഇസ്രായേൽ നടപടിയെ പുടിൻ അപലപിക്കുകയും ചെയ്തു എന്ന് റിപ്പോർട്ടുകൾ വരുന്നു. അതിനിടെ ഇസ്രായേലിന്റെ മൂന്നാമത്തെ F-35 യുദ്ധവിമാനം വെടിവെച്ചിട്ടെന്ന് അവകാശപ്പെട്ട് ഇറാനും രംഗത്ത് വന്നു. പൈലറ്റിന് ഇറാൻ സൈന്യം അറസ്റ്റ് ചെയ്തെന്നും ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNA റിപ്പോർട്ട് ചെയ്തു. അതേസമയം വാർത്ത ഇസ്രായേൽ സൈന്യം നിഷേധിച്ചു. വ്യാജ വാർത്തകൾ കൊണ്ട് ഇറാൻ യുദ്ധത്തിൽ മേൽക്കൈ നേടാനുള്ള കേവല ശ്രമങ്ങൾ മാത്രമാണെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇറാന്റെ അവകാശവാദം അടിസ്ഥാനരഹിതമാണെന്നും ഇറാൻ മാധ്യമങ്ങൾ വ്യാജ വാർത്ത പടർത്തുകയാണെന്നും ഇസ്രായേൽ സൈനിക വക്താവ് അവിച്ചായ് അദ്രയി എക്സിൽ പ്രതികരിച്ചു. ഇസ്രായേലിലേക്ക് വന്ന മിസൈലുകളിൽ മിക്കതും തകർത്തെങ്കിലും ചിലതൊക്കെ ഇസ്രായേലിൽ വീണ നാശങ്ങൾ ഉണ്ടാക്കിയെന്നുള്ള വസ്തുതയും പുറത്തറിയുന്നുണ്ട്. മുന്നറിയിപ്പുകൾ അവഗണിച്ച് യുദ്ധത്തിൽ പങ്കെടുക്കാൻ തയ്യാറായി ബ്രിട്ടനും അമേരിക്കയും തയ്യാറാകുന്നതായും റിപ്പോർട്ടുകൾ കൂടി വരുന്നതോടെ പശ്ചിമേഷ്യയിൽ മഹായുദ്ധം ആരംഭിക്കുകയാണ്. ഇസ്രായേലും അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ഇറാനെ വളഞ്ഞിട്ട് ആക്രമിക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. എന്നാൽ ശനിയാഴ്ച രാത്രി 11:30 ഇറാൻ മിസൈൽ ആക്രമണം ആരംഭിച്ചതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയത്. മിസൈലുകൾക്കൊപ്പം ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണവും ഇറാൻ നടത്തി. ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിരവധി മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിൽ പതിച്ചുവെന്നും വാർത്തകൾ വരുന്നുണ്ട്. പിന്നാലെ ഇറാനിലേക്ക് ഇസ്രായേലും തിരിച്ചടി തുടങ്ങി. ചർച്ചകൾക്കൊന്നും തയ്യാറാകാത്ത ഇറാൻ ലോകരാജ്യങ്ങളോട് ഭീഷണിയുമായും എത്തിക്കഴിഞ്ഞു. ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ ശ്രമിക്കുന്ന ഏതൊരു രാജ്യവും തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇസ്രായേലിനെ സഹായിക്കുന്ന രാജ്യങ്ങളുടെ പ്രാദേശിക സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി. USA, UK, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്കാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷം കടുക്കുന്നതിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട് ഇന്ത്യ. വലിയ യുദ്ധമായി ഇസ്രായേൽ ഇറാൻ സംഘർഷം മാറുമോ എന്നാണ് ഇന്ത്യയുടെ ആശങ്ക. ഇറാൻ വ്യോമമേഖല അടച്ചത് പോലും ഇന്ത്യയെ ബാധിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വിളിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയിച്ചിരിക്കുന്നത്. സംഘർഷം അവസാനിപ്പിക്കണമെന്ന നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7 ഉച്ചകോടിക്കിടെ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ അറിയിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേലിലെയും ഇറാനിലെയും ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം വിദേശകാര്യ മന്ത്രാലയം നൽകി കഴിഞ്ഞു. എന്തായാലും മിഡിൽ ഈസ്റ്റിലെ കാര്യങ്ങളെല്ലാം അതിഭീകരമായ രീതിയിൽ കാര്യങ്ങൾ മാറിമറിയുകയാണ്. ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഇറാന് മറുപടിയായി ഇസ്രായേൽ കനത്ത ആക്രമണമാണ് ടെഹ്റാനിലടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആര് ജയിക്കും ആര് തോൽക്കും എന്നതിനേക്കാൾ ഉപരിയായി
ഇറാൻ ആണവ ഊർജം കൂടി വികസിപ്പിക്കുന്ന ഈ ഘട്ടത്തിൽ ലോകം ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് മാറുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഇരു പാളയങ്ങളിലായി വിവിധ രാജ്യങ്ങൾ പങ്കുകൂടി ചേരുന്നതോടുകൂടി വലിയൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാം. നാശനഷ്ടങ്ങൾ കനക്കും. ഒരുപാട് ആളുകൾ കൊല്ലപ്പെടും. ഇതിനോടകം ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 80-ലധികം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. തിരിച്ചും ഇസ്രായേലിലും മരണക്കണക്കുകൾ ഉണ്ടാവുന്നുണ്ട്. ആര് ജയിക്കും ആര് തോൽക്കും എന്നതിനേക്കാൾ ഉപരിയായി സാധാരണക്കാരായ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടാൻ പോകുന്നു. ലോകം വലിയൊരു യുദ്ധഭീഷണിയിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്.